ക്രിസ്തുമസ് റിലീസുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. ഒരു ലോഡ് സിനിമകളുണ്ട്, പക്ഷേ ഇനി 3 ആഴ്ചയും കൂടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഷഫിൾ സംഭവിക്കാം. അതിപ്പം മറ്റേ ഹോളിവുഡ് സിനിമകൾക്കോ അല്ലെങ്കിൽ തമിഴ് തെലുങ്ക് സിനിമകൾക്ക് പോലും കാണില്ല. പക്ഷേ മലയാള സിനിമകൾക്ക് പറ്റും, അറിയാമല്ലോ. ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം. ഇവിടുത്തെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കാര്യം പറയണ്ടല്ലോ. ക്രിസ്മസ് സിനിമകളെ പറ്റി പറയാനാണെങ്കിൽ ഒരു ലോഡ് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ തന്നെ കുറേ പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. ഡിസംബറിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ കളങ്കാവൽ നവംബർ 27 മാറ്റി ഡിസംബർ 5 അതുപോലെ തന്നെ ധുരന്തർ, രൺവീർ സിംഗിൻ്റെ സിനിമ ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. കാർത്തിയുടെ വാവാത്തിയാർ എന്ന് പറയുന്ന സിനിമ ഡിസംബർ 12 കേൾക്കുന്നുണ്ട്. നളൻ കുമാരസ്വാമിയുടെ സിനിമയാണ്. പുള്ളിയുടെ സിനിമകൾ കണ്ടവർക്കറിയാം. വേറെ ഒന്നും വേണ്ട നമുക്ക് ആ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അഖണ്ഡ 2 ഉണ്ട്. ഞാൻ പേഴ്സണലി അത്ര വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ തുടക്കത്തിൽ തന്നെ കുറേ നല്ല സിനിമകൾ ചാർട്ടിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിസംബർ തുടങ്ങി. ഡിസംബർ 18 മുതലാണ് ക്രിസ്മസ് സിനിമകൾ വരുന്നത്. ഞാൻ കേരള ബോക്സ് ഓഫീസ് റിലീസാവുന്ന ക്രിസ്മസ് സിനിമകളെ പറ്റിയാണ് പറയുന്നത്. വേൾഡ് വൈഡോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ ഒന്നുമല്ല. മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ ആദ്യം പറയാം. മലയാളത്തിൽ നിന്ന് 3 സിനിമകളാണ് മേജറായിട്ടുള്ളത്. ഒന്നാമത്തെ എനിക്ക് തോന്നുന്നത് ഞാനും അതുപോലെ തന്നെ മെജോറിറ്റി ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ വെയിറ്റ് ചെയ്യുന്നതും ഫസ്റ്റ് പ്രിഫറൻസും ബബ്ബബ്ബ ആയിരിക്കും. ധനഞ്ജയ് സംവിധാനം ചെയ്ത് നൂറിനും ഫഹീമും എഴുതിയ ബബ്ബബ്ബ, ദിലീപിൻ്റെ സിനിമ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്നായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് തൊട്ടുള്ള ടാഗ് ലൈൻ. ഇതിൻ്റെ കാസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, സാൻഡി മാസ്റ്ററുണ്ട്, ശരണ്യ പൊൻവണ്ണനുണ്ട്, അശോകനുണ്ട്, ബൈജു ഉണ്ട്, ബാലു വർഗീസ് ഉണ്ട്, ഫഹീമുണ്ട്. ഒരു ഭയങ്കര വലിയ കാസ്റ്റാണ്. ജിബിൻ ഗോപിനാഥ് ഉണ്ട് ഇപ്പം ഡയസൈറയിലൊക്കെ ഉള്ള. പിന്നെ പറയണ്ടല്ലോ, എക്സ്റ്റൻഡ് ക്യാമിയോ ആയിട്ട് ലാലേട്ടൻ, ദ റിയൽ OG ലാലേട്ടനുണ്ട്. അപ്പം എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് ഇതായിരിക്കും. അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ജോണർ, അതായത് പ്രോപ്പർ ഫെസ്റ്റിവൽ പടമാണിത്. അതൊരു ഫെസ്റ്റിവൽ സീസണിൽ റിലീസും ചെയ്യുന്നു. പ്രോപ്പർ ആക്ഷൻ കോമഡി പരിപാടിയാണ്. പ്രോപ്പർ ആക്ഷൻ കോമഡി. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തൊരു ഡാൻസ് സോങ് ഉണ്ട് ഈ സിനിമയിലെന്നാണ് കേട്ടിട്ടുള്ളത്. ക്ലൈമാക്സ് ഏരിയയിൽ ക്രിസ്മസിൻ്റെ പ്രീവിയസ് വീക്കിൽ റിലീസാവുന്ന ഒരേ ഒരു മലയാള സിനിമ ബബ്ബബ്ബയാണ്. ഡിസംബർ 18 റിലീസാവുന്നത്. ഭയങ്കര, ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ വർഷത്തിൻ്റെ തുടക്കം തൊട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് പൊതുവേ ദിലീപിൻ്റെ കോമഡി സിനിമകൾ ഇഷ്ടമാണ്. അതിനോട് ഇത്രയും ഒരു ഹൈപ്പിൽ ബഡ്ജറ്റ് വരുന്ന പടം എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അത്രയും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. രണ്ടാമത്തെ സിനിമ സർവം മായ, നിവിൻ പോളിയുടെ സിനിമയാണ്. അഖിൽ സത്യൻ പാച്ചുവും അത്ഭുതവിളക്കിന് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ്. പുള്ളി തന്നെയാണ് എഴുതിയിട്ടും ഉള്ളത്. ഒരു ഹൊറർ കോമഡി സിനിമയാണ്. പ്രോപ്പർ ഒരു ഹൊറർ കോമഡി, ഒരു വില്ലേജിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഉള്ളതായിട്ടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഘടകം നിവിൻ പോളി പുള്ളിയുടെ സ്വന്തം ഫോർട്ടായ കോമഡി ഫാമിലി പടത്തിലേക്ക് വരുന്നു. അതിനോടൊപ്പം തന്നെ അല്ലെ അതിലുപരി നിവിൻ അജു വർഗീസ് കോംബോ ലവ് ആക്ഷന് ശേഷം കാണുന്നു. അതാണ് ഏറ്റവും നമ്മളെ ആകർഷകമാക്കുന്ന ഘടകം ഈ സിനിമയിലെ. ഞാൻ അതുകൊണ്ട് തന്നെ പേഴ്സണലി ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത്. ഉറപ്പായിട്ടും ഇത് പോസിറ്റീവ് വന്ന ഫാമിലീസ് എന്തായാലും കയറും. യൂത്തും ഓഫ് കോഴ്സ് കയറും. നിവിൻ പോളിയുടെ പക്ക കംബാക്ക് വെഹിക്കിളാണ് ഈ സിനിമ. ഒരു ആവറേജ് റിവ്യൂ ഉണ്ടെങ്കിൽ തന്നെ തിയേറ്ററിൽ ഹിറ്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഫെസ്റ്റിവൽ സീസണോടാണ്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിലും. ജനാർദ്ദനൻ സാർ ഒരു വലിയ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നായികമാരായിട്ട് റിയ ഷിബു അതുപോലെ തന്നെ പ്രീതി മുകുന്ദനൊക്കെയാണ് ഉള്ളത്. മൂന്നാമത്തെ സിനിമ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ബിജു മേനോനും ജോജു ജോർജുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ USP ഇതിൻ്റെ സംവിധായകൻ ജീത്തു ജോസഫ്. കൂദാശ സിനിമയുടെ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ക്ഷമിക്കണം. അദ്ദേഹമാണ് ഈ സിനിമയുടെ റൈറ്റർ, ജിത്തു ജോസഫ് അല്ല. അതൊരു നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വരുന്ന സാധനമാണ്. പക്ഷേ കൂദാശ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അത് മേക്കിങ്ങിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടും മേക്കിങ്ങിൽ പാളിപ്പോയ സിനിമയാണ്. റൈറ്റിംഗ് അത്യാവശ്യം കൊള്ളായിരുന്നു. ജിത്തു ജോസഫ്, അപ്പം അങ്ങനത്തെ ഒരു റൈറ്ററെ ജിത്തു ജോസഫിൻ്റെ കിട്ടിയ ജിത്തു ജോസഫിൻ്റെയും കൂടെ സാധനങ്ങളൊക്കെ ഇൻപുട്ടൊക്കെ കൊടുത്ത് നന്നാക്കും. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുന്ന പടം ആകാതിരുന്നാൽ മാത്രം മതി. പോസ്റ്റർ കൊള്ളായിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ പല സിനിമകളെക്കാളും, സ്റ്റാർ സിനിമകളെക്കാളും നല്ല പോസ്റ്ററായിരുന്നു ഇതിൻ്റെ ബിജു മേനോൻ്റെ പോസ്റ്റർ ഫസ്റ്റ് വന്നത്. അപ്പം ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഒരു ഇമോഷണൽ ത്രില്ലറാണ്. ത്രില്ലർ കോഷ്യൻ്റ് നന്നായിട്ട് വർക്കായ ആൾക്കാർ കയറും. പക്ഷേ അഫ്കോഴ്സ് ബബ്ബബ്ബയ്ക്കും സർവമയയ്ക്ക് ശേഷം മാത്രമേ വലതുവശത്തെ കള്ളൻ പ്രിഫറൻസിലുള്ളൂ. പിന്നെ കൺഫേം ആവാൻ വേണ്ടി ബാക്കിയുള്ള സിനിമ ഇത് മാത്രമാണ്. തിയേറ്റേഴ്സിനൊക്കെ ഓൾറെഡി കൺഫർമേഷൻ പോയെന്ന് കേട്ടു. ഒഫീഷ്യലി റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം മൂന്നാമത്തെ സിനിമ ഇതാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഓർഡർ മലയാള സിനിമയ്ക്കാണ് ഓഫ് കോഴ്സ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. നാലാമത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സിനിമ LIK, പ്രദീപ് രംഗനാഥൻ്റെ സിനിമയാണ്. വിഘ്നേഷ് ശിവനാണ് സംവിധാനം ചെയ്യുന്നത്. പ്രദീപ് രംഗനാഥനെ കൂടാതെ SJ സൂര്യ അതുപോലെ തന്നെ കൃതി ഷെട്ടിയും അഭിനയിക്കുന്നുണ്ട്. പ്രോപ്പർ ഒരു റോംകോമാണ്. അത് സ്ഥിരം റോംകോമിൻ്റെ പാറ്റേണിൽ നിന്ന് മാറി ഒരു ഫ്യൂച്ചറിസ്റ്റിക് റോംകോമാണ്. 2040 നടക്കുന്ന കഥയാണ്. 2021 എന്തോ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് 22 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സിനിമയാണ്. ഇത്രയും 3 വർഷം എടുത്തു. വൻ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. ആദ്യം ശിവകാർത്തികനെ വെച്ച് പ്ലാൻ ചെയ്ത് പിന്നെ മാറിപ്പോയി പ്രദീപ് രംഗനാഥൻ അങ്ങനെ വന്ന സിനിമയാണ്. ഇതിൻ്റെ ടീസറും പാട്ടും ഒക്കെ കേട്ടവർക്ക് അറിയാം. നല്ല ക്വാളിറ്റി ഉണ്ട്. മേക്കിംഗ് അപാരം വന്നത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കഥ
കഥയും ആ ഇമോഷൻ കൺവേ ചെയ്യുന്ന, കോമഡി ആയാലും റൊമാൻസ് ആയാലും കൺവേ ചെയ്യുന്ന രീതിയിലിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂസും കളക്ഷനും ഒക്കെ. പക്ഷേ പേഴ്സണലി തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, നല്ലൊരു തിയേറ്ററിൽ കാണാനുള്ളതുണ്ട് ഈ സിനിമ എന്നുള്ളത് നമുക്കിതിൻ്റെ ലാസ്റ്റ് വന്ന ടീസറൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവതാർ, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ തേർഡ് പാർട്ട് അത് ഡിസംബർ 19 റിലീസാവുന്നത്. ഡിസംബർ 19 വെള്ളിയാഴ്ച റിലീസാവുന്നുണ്ട്. ആ ദിവസം വേറെ സിനിമകളൊന്നും നിലവിൽ ചാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം വ്യാഴാഴ്ച ബബ്ബയും എല്ലേക്കും കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അവതാർ 3. പാർട്ട് 2 എനിക്ക് പുതുമയൊന്നും തോന്നിയില്ല. കാരണം 1ൻ്റെ കഥ അതേപോലെയാണ് 2 വന്നത്. 3 എനിക്ക് തോന്നുന്നില്ല വേറെ പുതുമയൊന്നും വരുമെന്ന്. കാരണം സെയിം ടൈപ്പ് ഓഫ് സർവൈവലും കാര്യങ്ങളൊക്കെ തന്നെ ആവും. പക്ഷേ ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ കണ്ടായിരുന്നു, 3 hours പ്ലസ് ഉണ്ട്. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ വരുമ്പം പാർട്ട് 2 അത്യാവശ്യം നല്ല സ്ലോ ആയിരുന്നു. അപ്പം പ്രത്യേകിച്ച് നമ്മളിത് കണ്ടിട്ടുള്ള സാധനം റിപ്പീറ്റും കൂടെ ചെയ്ത് സ്ലോയും കൂടെ ആണെങ്കിൽ അത് മടുപ്പാവും. അപ്പോൾ ഒന്നെങ്കിൽ പുതിയൊരു കഥ വരണം, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കണം. ഈ 3 മണിക്കൂർ ഫാസ്റ്റ് പേസ്ഡ് ആക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അടിപൊളി. എനിക്കിത് ഐമാക്സിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. 5ാമത്തെ സിനിമ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വൃഷഭ എന്ന് പറയുന്ന സിനിമയാണ്. എല്ലാവർക്കും ഈ സിനിമയെ പറ്റി കേൾക്കുമ്പോൾ ഒരു ചിരി വരും. കാരണം എന്തിനാ ലാലേട്ടൻ ഈ സിനിമ ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പം മേ ബി പൈസയ്ക്ക് വേണ്ടിയിട്ടാവാം. അപ്പം വൃഷഭയാണ് 5ാമത് ഇറങ്ങുന്ന സിനിമ. ഇത് തെലുങ്ക് സിനിമയാണ്, മലയാളം ഡബ്ബുണ്ട്. വേറെ നമുക്കങ്ങനെ സുപരിചിതമായിട്ടുള്ള കാസ്റ്റൊന്നും ഇല്ല. ഇതിൻ്റെ ഒരു 1 ലൈൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അത് രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു 1 ലൈൻ എന്താണെന്നുള്ളത്. 2 കാലഘട്ടമാണ്. ഇപ്പോൾ ധീര, കങ്കുവയൊക്കെ പോലെ തന്നെ 2 കാലഘട്ടമാണ്. പക്ഷേ രസമുള്ളൊരു 1 ലൈനായിരുന്നു. അതിനെ കുറച്ചുകൂടെ ഒരു ആർട്ടിസ്റ്റിക് രീതിയിലൂടെ കണ്ട്, പൈസ മാത്രം ലക്ഷ്യമാക്കാതെ ആർട്ടിസ്റ്റിക് രീതിയിലൂടെ ഇതിൻ്റെ ഫുൾ ടീം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇറങ്ങിയ ടീസർ എനിക്ക് തീരെ വർക്കായില്ല. ഒരു ഡ്രാമ പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് പഴയ കാലമൊക്കെ ഒരു ഡ്രാമ പോലെയാണ് തോന്നിയത്. അപ്പം പിന്നെ ലാലേട്ടൻ്റെ സിനിമയാണ്, മോഹൻലാലിൻ്റെ സിനിമയാണ്. ഉറപ്പായിട്ടും പോസിറ്റീവ് വന്നാൽ കുറച്ച് ആൾക്കാർ ഇത് കാണും, അത് തീർച്ചയാണ്. പക്ഷേ ഓഫ്കോഴ്സ് ബാക്കി സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊരു പ്രിഫറൻസ് കാണുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 5 സിനിമയാണ് മേജർ റിലീസസ്, ക്രിസ്മസിനുള്ളത് മേജർ റിലീസസ്. ഇത് കൂടാതെ റിലീസാവുന്ന കുറച്ച് സിനിമകളും കൂടിയുണ്ട്. അതിലൊന്ന് അനാക്കോണ്ടയുടെ പുതിയൊരു വേർഷനാണ്. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ബാക്കി സിനിമകൾ പോലല്ല, ഇതൊരു കോമഡി പരിപാടിയാണ്. അനാക്കോണ്ട ഒരു കോമഡി കഥയിലേക്ക്, കോമഡി പ്ലോട്ടിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. അത് ആ ഒരു മൂഡാണ്. എനിക്ക് പേഴ്സണലി ട്രെയിലർ ആ ഒരു മൂഡ് അത്ര വർക്കായില്ല ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ. അല്ലാത്ത സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഒരു സീരിയസ് സർവൈവൽ പരിപാടി, ഇതൊരു കോമഡി സർവൈവലാണ്. അത് എത്രമാത്രം ട്രെയിലറിൽ എനിക്ക് സർവൈവലൊന്നും തോന്നിയില്ല, കോമഡി മാത്രമേ തോന്നിയുള്ളൂ. ഫുൾ കോമഡി സ്പൂഫ് പരിപാടികളാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് അല്ല, മാരക റിവ്യൂസ് വന്നാൽ മാത്രമേ എൻ്റെ ചാനലിൽ അതിൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും കാണൂ. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും ഞാൻ ആ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് അത്ര ഒരു ലെവൽ തോന്നിയില്ല. പിന്നെ നൈഫ്സ് ഔട്ടിൻ്റെ പുതിയ പാർട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നുണ്ട്. തിയേറ്റർ റിലീസല്ല, നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നുണ്ട്. നൈഫ്സ് ഔട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതായിട്ടുള്ളൊരു കോമഡി ക്രൈം മിസ്റ്ററി പരിപാടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പാർട്ട് 2 ഒട്ടും വർക്കായില്ല. ഗ്ലാസ് ഓണിയൻ ഒട്ടും വർക്കായില്ല. ഫസ്റ്റ് സൂപ്പറായിരുന്നു, അനാഡി അർമാസിൻ്റെ ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷേ 2 എനിക്ക് തീരെ വർക്കായില്ല. പക്ഷേ എന്തായാലും 3 ഞാൻ കാണും, നെറ്റ്ഫ്ലിക്സ് റിലീസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസിന് റിലീസാവുന്ന സിനിമകൾ. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഓർഡർ ഇപ്പം ഞാൻ പറഞ്ഞ ഓർഡർ തന്നെയാണ്. ഫസ്റ്റ് ബബ്ബ, സെക്കൻഡ് സർവമായ, തേർഡ് വലതുവശത്തെ കള്ളൻ, ഫോർത്ത് എല്ലേക്ക്, ഫിഫ്ത്ത് അവതാർ, സിക്സ്ത് വൃഷഭ, ആ ഒരു ഓർഡറിലാണ്. ബാക്കി ഞാൻ പറഞ്ഞതൊക്കെ OTT റിലീസും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഓർഡറും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മീറ്ററും, ഇത് ഹിറ്റായാൽ എത്ര കളക്ഷൻ അടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കമൻസിലൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.